കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ന്യൂട്ടല്ല ഐസ്ക്രീമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ന്യൂട്ടല്ല ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ന്യൂട്ടല്ല ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ന്യൂട്ടല്ല ചേർക്കാം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇപ്പം നമ്മൾ 1/4 കപ്പ് ന്യൂട്ടല്ലയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം എടുക്കണം. കാരണം ന്യൂട്ടല്ല കൂടിപ്പോയാൽ ഐസ്ക്രീം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല, അത് കുറച്ച് ഒട്ടുന്ന പോലെ ഇരിക്കും. ഇനി ഇത് സ്റ്റിഫ് പീക്ക് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ഐസ്ക്രീം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ക്രീമി ആയിട്ടും കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂട്ടല്ല ചേർക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യരുത്. ഇതെല്ലാം ഒന്ന് യോജിച്ച ശേഷം ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇത് ഫില്ലാവാതിരിക്കും. ഇനി ഒരു ക്ലിയർ റാപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽസ് ഒട്ടും തന്നെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഇനി ഇത് അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. ഏകദേശം 8 മണിക്കൂറെങ്കിലും വേണം ഇത് സെറ്റായി കിട്ടാനായിട്ട്. ഇപ്പം നമ്മുടെ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ന്യൂട്ടല്ലയുടെ ആ ടേസ്റ്റ് ഒരുപാട് കൂടുതലൊന്നുമില്ല, പാകത്തിന് മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പം ഞാനിത് 2-3 തവണ തയ്യാറാക്കി നോക്കിയായിരുന്നു. അപ്പോഴൊന്നും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലായിരുന്നു. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഐസ്ക്രീമിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒട്ടും തന്നെ വന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ തയ്യാറാക്കി നോക്കിയിട്ടും അത്ര നന്നായിട്ട് കിട്ടിയില്ല. നമ്മൾ ഈ ഒരു അളവിൽ തന്നെ വിപ്പിംഗ് ക്രീമും ന്യൂട്ടല്ലയൊക്കെ എടുത്ത് തയ്യാറാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് മെൽറ്റായിട്ടുണ്ട്. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഐസ്ക്രീം ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും നന്ദി.